ഞാനിപ്പോൾ നിൽക്കുന്നത് ഫ്രാൻസിലെ ഏറ്റവും പ്രശസ്തമായ മൗണ്ട് മാട്ര പള്ളിയുടെ മുൻപിലാണ്. മൗണ്ട് മാട്ര കുന്നിൻ്റെ മുകളിലാണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. പാരീസ് നഗരത്തിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ ഉയരത്തിൽ, സെൻ നദിയിൽ നിന്ന് 200 മീറ്റർ ഉയരത്തിലാണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. പള്ളി നഗരത്തിന് അഭിമുഖമായാണ് നിൽക്കുന്നത്. പള്ളിയുടെ മുറ്റത്ത് നിന്നാൽ ഈ പാരീസ് നഗരത്തിൻ്റെ 360 ഡിഗ്രി കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അതിപുരാതനമായ ഒരു പള്ളിയാണിത്. ലോകമെങ്ങുമുള്ള കത്തോലിക്ക വിശ്വാസികൾ പതിവായി ഇവിടെ വരികയും അവരുടെ തിരുഹൃദയ ദേവാലയം, അതായത് സേക്രഡ് ഹാർട്ട് ചർച്ച് എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ലോകമെങ്ങുമുള്ള കത്തോലിക്കരുടെ തിരുഹൃദയ ദേവാലയമാണ് പാരീസിലെ മൗണ്ട് മാട്ര കുന്നിലെ സാക്രി ക്വയർ ബസലിക്ക. ഇഫൽ ടവർ കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തുന്ന സ്ഥലമാണ് ഈ പള്ളി. ഒറ്റപ്പെട്ട മൗണ്ട് മാട്ര കുന്നിന് മുകളിൽ നഗരാഭിമുഖമായി നിൽക്കുന്ന ദേവാലയം പാരീസിൽ എവിടെ നിന്നും കാണത്തക്ക വിധമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കമനീയമായ ശില്പവേലകളാൽ അലങ്കൃതമായ പള്ളിയുടെ ദർശനം തെക്കുഭാഗത്തേക്കാണ്. മുഖ്യ കവാടത്തിന് ഇരുവശവുമായി വിശുദ്ധ ലൂയിയുടെയും ജോൺ ഓഫ് ആർക്കിന്റെയും അതിമനോഹരമായ ശില്പങ്ങളുണ്ട്. മുകളിൽ യേശുവിന്റെ തിരുഹൃദയ രൂപം. (83.33 മീറ്റർ ഉയരമുള്ള അതിവിശാലമായ കുംഭഗോപുരവും അതിനു ചുറ്റുമുള്ള 4 ചെറുഗോപുരങ്ങളുമാണ് പള്ളിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. വടക്ക് ഭാഗത്ത് 84 മീറ്റർ ഉയരമുള്ള മണിഗോപുരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സൗവയാദ് എന്ന 19 ടൺ ഭാരമുള്ള കൂറ്റൻ മണി ഫ്രാൻസിലെ ഏറ്റവും വലുതും ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ളതുമായ മണിയാണ്. ക്രിസ്തുമസ്, ഈസ്റ്റർ, യഹൂദ പെരുന്നാൾ, ഉയിർപ്പ് എന്നീ ആഘോഷങ്ങളിൽ മാത്രമേ ഈ മണി മുഴക്കാറുള്ളൂ. ഫ്രഞ്ച് പേർഷ്യൻ യുദ്ധത്തിൽ നെപ്പോളിയൻ മൂന്നാമന്റെ പരാജയത്തെ തുടർന്ന് 1870 നാൻഡസ് ബിഷപ്പ് ഫെലിക്സ് ഫൗമിയറാണ് ഇത്തരമൊരു പള്ളിയെക്കുറിച്ച് ആലോചിച്ചത്. ലോകമെങ്ങുമുള്ള വാസ്തുശില്പികളിൽ നിന്ന് 77 ഡിസൈനുകൾ ലഭിച്ചതിൽ പോൾ അബാദിയുടെ രൂപകൽപ്പന അംഗീകരിക്കപ്പെട്ടു. 1875 തുടങ്ങി 40 വർഷം കൊണ്ട് 4 വാസ്തുശില്പികളുടെ മേൽനോട്ടത്തിലാണ് 1914 നിർമ്മാണം പൂർത്തിയാക്കിയത്. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം 1919 പള്ളി കൂദാശ നടത്തി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. പള്ളിയുടെ മധ്യഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന താഴികക്കുടം സ്വർലോകത്തെ പ്രതിനിധാനം ചെയ്യുന്നു. പരമ്പരാഗത ലാറ്റിൻ ദേവാലയങ്ങളുടേതുപോലെ അൾത്താരയ്ക്ക് വളരെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ജനാലച്ചില്ലുകളിലെ ചിത്രപ്പണികളിലൂടെ ഊർന്നിറങ്ങുന്ന വെട്ടം അകത്തളത്തിന് ഒരലൗകിക പ്രതീതി നൽകുന്നു. ഗായക മണ്ഡപത്തിന് മുകളിൽ സിംഹാരൂഢനായ ക്രിസ്തുദേവന്റെയും വിശുദ്ധന്മാരുടെയും ചിത്രങ്ങൾ അതിമനോഹരമായി ആലേഖനം ചെയ്തിരിക്കുന്നു. വ്യത്യസ്ത ആരാധനാക്രമങ്ങൾക്കായി പ്രത്യേകം ചാപ്പലുകൾ. മറ്റു പള്ളികളിലെ പോലെ കല്ലറകൾ ഭൂമിക്കടിയിലല്ല ഇവിടെ. ബൈസന്റൈൻ ശൈലിയിലുള്ള ചിത്രപ്പണികൾ പള്ളിയുടെ ചുവരുകളെ അലങ്കരിക്കുന്നു. മാർബിളിലും വെങ്കലത്തിലും മെനഞ്ഞെടുത്ത വിസ്മയിപ്പിക്കുന്ന ശില്പങ്ങൾ. വിശുദ്ധ ജോൺ, ശിശുവിനെ ഏന്തിയ ക്രിസ്തുദേവൻ, ഗൂയിബർട്ട് കർദിനാൾ, ഹൂബർട്ട് പുണ്യവാളൻ, ഡൊണാഷ്യൻ, റൊഗാഷ്യൻ പുണ്യവാളന്മാർ, ബ്രൂണോ എന്നിങ്ങനെ ശില്പചാരുത നിറഞ്ഞ കലാസൃഷ്ടികൾ. 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അതിബൃഹത്തായ പൈപ്പ് ഓർഗൻ അൾത്താരയ്ക്ക് താഴെ ഇന്നും പ്രവർത്തന സജ്ജമായുണ്ട്. പള്ളിയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. 8 യൂറോ, അതായത് 780 രൂപ ടിക്കറ്റ് എടുത്ത് 280 പടവുകൾ കയറി കുംഭഗോപുരത്തിന് മുകളിലെത്തിയാൽ പാരീസ് നഗരത്തിന്റെ ചുറ്റോടു ചുറ്റു കാഴ്ചകൾ കാണാം. പ്രവേശനം രാവിലെ 10:30 മുതൽ രാത്രി 8 മണി വരെ മാത്രം. പാരീസ് മെട്രോ ലൈൻ 2-ൽ അൻവർ സ്റ്റേഷനിലിറങ്ങി കുന്നുകയറിയോ ബസ് മാർഗമോ മൗണ്ട് മാട്രയിലെത്താം. പാരീസിലെത്തിയാൽ മൗണ്ട് മാട്ര കുന്ന് കയറാതെ മടങ്ങരുത്. അത്ര വിസ്മയകരമാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ.